Dear students, today we will discuss our fifth chapter, Consumer Behavior, Ordinal Approach. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂട്ടിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിലെ കാർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇതിലെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ വരുന്നതാണ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പൊ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് അറിയണതിന് മുമ്പ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണെന്ന് അറിയണം. English economist Edgeworth argued against the cardinal approach, ascertaining that the measurement of utility in quantitative terms was neither possible nor necessary. അതായത് ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിലുള്ള യൂട്ടിലിറ്റി മെഷർമെന്റ് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്ന് ഇത്ര കിലോ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലുള്ള യൂട്ടിലിറ്റി മെഷർമെന്റ് ഒരിക്കലും പോസിബിൾ അല്ല. അത് മാത്രമല്ല, അത് നെസസറിയും അല്ല. He proposed that consumer behavior could be better understood through preferences and ranking. കൺസ്യൂമർ പ്രിഫറൻസുകൾ ഏറ്റവും നന്നായി അറിയാൻ സാധിക്കുന്നത് റാങ്കിങ്ങിലൂടെയാണെന്നാണ്. അതായത് അങ്ങനെ റാങ്കിങ്ങിലൂടെയാണ് കൺസ്യൂമർ പ്രിഫറൻസ് ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത് എന്ന വിശ്വാസത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഓർഡിനൽ അപ്രോച്ച്. That ordinal utility approach assumes consumers are rational, seeking to maximize satisfaction with utility only ordinally expressible. അതായത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറയുന്നത് കൺസ്യൂമേഴ്സ് റാഷണൽ ആണ് എന്ന് വെച്ചാൽ യുക്തിപരമായി ചിന്തിക്കുന്നവരാണ്. കൺസ്യൂമേഴ്സ് ആർ റാഷണൽ, സീക്കിംഗ് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. അവരെന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. വിത്ത് യൂട്ടിലിറ്റി ഓൺലി ഓർഡിനലി എക്സ്പ്രസിബിൾ. അതായത് യൂട്ടിലിറ്റി ഓർഡിനലി എക്സ്പ്രസിബിൾ ആണെങ്കിൽ മാത്രമേ അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിഫറൻസസ് ആർ ട്രാൻസിറ്റീവ് ആൻഡ് കൺസിസ്റ്റന്റ് ഓവർ ടൈം, വിത്ത് കൺസ്യൂമേഴ്സ് പ്രിഫറിങ് ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ്. അതായത് പ്രിഫറൻസുകൾ എപ്പോഴും ട്രാൻസിറ്റീവ് ആയിരിക്കും, അതേപോലെ തന്നെ എന്താ പറയുന്നത്, ആൻഡ് കൺസിസ്റ്റന്റ് ഓവർ ടൈം. വിത്ത് കൺസ്യൂമേഴ്സ് പ്രിഫറിങ് ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ്. കൺസ്യൂമേഴ്സ് എപ്പോഴും ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് പ്രിഫറൻസ് വ്യത്യാസം വരും. ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോൾസ് where consumers are willing to substitute goods at a satisfaction മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപഭോക്താക്കൾ എപ്പോഴും കുറഞ്ഞ വിലയിലുള്ള ഉൽപ്പന്നങ്ങളാണ് അറ്റൈൻ ചെയ്യുന്നത്. These assumption underpin difference curve analysis in understanding consumer behavior. അപ്പോ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രൈസ് കുറഞ്ഞ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ പറഞ്ഞ കൺസ്യൂമർ ബിഹേവിയറും അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും വന്നത്. ഇനി അതിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. JR ഹിക്സ് യൂസ്ഡ് ഇൻഡിഫറൻസ് കർവ്സ് ടു അനലൈസ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് JR ഹിക്സ് ഉപയോഗിച്ച എന്താ പറയുന്ന അനാലിസിസ് ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. വെയർ കൺസ്യൂമേഴ്സ് എയിം ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ ബൈ സെലക്ടിങ് ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഓഫറിംഗ് ദ ഹയസ്റ്റ് യൂട്ടിലിറ്റി. അതായത് ഹയസ്റ്റ് യൂട്ടിലിറ്റി ഓഫർ ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നത്? മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ എത്തുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് yielding ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലസ്ട്രേറ്റിംഗ് ദ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഗ്രാഫിക്കലി. ഇൻഡിഫറൻസ് കർവ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ വെച്ചാല് ഗുഡ്സ് yielding ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വിവിധ ഗുഡ്സുകളുടെ കോമ്പിനേഷൻ ആണ്. ഇനി ഇൻഡിഫറൻസ് ഷെഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ റെപ്രസെന്റിങ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഈൽഡ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിന്റെ ഒരു ടേബിളിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ടേബിൾ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇനി ഇങ്ങനെ ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ കൂടി ചേർന്ന് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS. The marginal rate of substitution, MRS, represents a rate at which a consumer is willing to exchange successive units of one commodity for another.
ഒരു പ്രോഡക്റ്റിന്റെ ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഓരോ അധിക യൂണിറ്റ് വാങ്ങുമ്പോഴും ഒരു ഉപഭോക്താവ് സ്വാഭാവികമായിട്ട് മറ്റൊരു പ്രോഡക്റ്റിന്റെ ഓരോ യൂണിറ്റ് കുറയുകയാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. അതായത് MRSXY ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി Y. അതായത് കമ്മോഡിറ്റിയിലുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഡെൽറ്റ വൈ എന്നാണ്. ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ്. ഡെൽറ്റ അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ്. വൈ എന്ന കമ്മോഡിറ്റിയുടെ ചേഞ്ചിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എക്സ് എന്ന കമ്മോഡിറ്റിയുടെ ചേഞ്ചിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് MRSXY ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. MRSXY എന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ കമ്മോഡിറ്റി. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ് കമ്മോഡിറ്റി. ഇനി നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. The law of diminishing marginal rate of substitution posits that as a consumer obtains more units of one commodity. ഒരു കൺസ്യൂമർക്ക് more units of one commodity, ഒരു കമ്മോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ they become increasingly unwilling to sacrifice units of another commodity. സ്വാഭാവികമായിട്ടും ഇഷ്ടക്കേടോട് കൂടി തന്നെയാണ് മറ്റൊരു കമ്മോഡിറ്റി സാക്രിഫൈസ് ചെയ്യുന്നത്. ഫോർ ഈച്ച് ഒരു എക്സ് എന്ന കമ്മോഡിറ്റിയുടെ ഓരോ അഡീഷണൽ യൂണിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇഷ്ടമില്ലാതെയാണ് വൈ എന്ന കമ്മോഡിറ്റിയുടെ ഓരോ യൂണിറ്റും എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ത്യജിക്കുന്നത്. Consequently, the significance of acquiring more units of X in terms of the sacrifice of units of Y. അതായത് എക്സിന്റെ കൂടുതൽ ഓരോ യൂണിറ്റ് കൂടുതൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് വൈ യൂണിറ്റ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് അക്വയർ ബൈ ദ കൺസ്യൂമർ. ഇനി ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മുകളിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കർവാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ് എന്ന് പറയും. രണ്ടാമത് ഇൻഡിഫറൻസ് കർവ്സ് ആർ ജനറലി കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് സാധാരണ എന്താണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ഡ്യൂ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇൻഡിഫറൻസ് കർവ് എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്, ചെരിഞ്ഞിറങ്ങുന്നതായിരിക്കും, കോൺവെക്സ് ടു ദ ഒറിജിൻ. പിന്നെ ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല. എക്സ് ഫോർ വൈ ആക്സിസ്, എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യില്ല. നമുക്കറിയാൻ പറ്റും, ആ ഗ്രാഫ് കണ്ട ചെരിഞ്ഞിറങ്ങുന്ന ഒരു കർവ് രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യാതെ ഉള്ള ഒരു കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ടച്ച് എയ്തർ ദ എക്സ് ഓർ വൈ ആക്സിസ് ബിക്കോസ് ദേ റെപ്രസെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെന്റ് കമ്മോഡിറ്റീസ്. ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ഇന്റർസെക്ട് ഓർ കട്ട് എയ്തർ ഓഫ് ദി ആക്സിസ് എക്സ് ഓർ വൈ. ഇഫ് ദേ ഡിഡ്, നീ അങ്ങനെ കട്ട് ചെയ്താൽ, എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ കട്ട് ചെയ്താൽ, it would imply that the consumer is consuming a negative quantity of a commodity. Consumer negative quantity of a commodity ആണ് കൺസ്യൂം ചെയ്യുന്നത്, which is nonsensical. ഇനി ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇൻഡിഫറൻസ് കർവ് മേ ടേക്ക് എ ഡിഫറെന്റ് ഷേപ്പ് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്. അതായത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിലും പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിലും ഇൻഡിഫറൻസ് കർവിന് ഒരു ഡിഫറെന്റ് ഷേപ്പ് ആണുള്ളത്. സം എക്സെപ്ഷണൽ ഷേപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആർ ഡിസ്കസ്ഡ് ബിലോ. അതിലൊന്നാമത്തെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. Perfect substitutes occur when two goods provide the same level of utility to consumer. Perfect substitute ലഭ്യമാകുന്നത് when two goods provide the same level of utility to consumer. അതായത് രണ്ട് ഗുഡ്സിൽ നിന്നും ഒരേ യൂട്ടിലിറ്റി ആണ് കൺസ്യൂമർക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. Their indifference curve is a straight diagonal line because the marginal rate of substitution is constant. അതിന്റെ ഇൻഡിഫറൻസ് കർവ്, അതിന്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് സച്ച് ആസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെൻസ് ഷൂസ് ഓർ കപ്സ് ആൻഡ് സോസേഴ്സ് ഓഫ് എ ടീ സെറ്റ്, ദ ഇൻഡിഫറൻസ് കർവ് ടേക്സ് ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് എൽ പാരലൽ ടു ഈച്ച് അതർ.
പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സില് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇപ്പൊ നമ്മൾ പറയില്ലേ വലത് കാലിന്റെ ഷൂവും ഇടത് കാലിന്റെ ഷൂവും അതുപോലെ കപ്പും സോസറും, ഇതൊക്കെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്. അപ്പൊ ഈ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സില് അതിന്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾഡ് എൽ, വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന ആകൃതിയിലുള്ള എൽ പാരലൽ ടു ഈച്ച് അതർ, പരസ്പരം സമാന്തരമായ വരകളായിരിക്കും. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കൺസ്യൂമർ ബൈസ് ദ ഗുഡ്സ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ, എന്ന് വെച്ചാൽ കൺസ്യൂമർ ഒരു നിശ്ചിത അനുപാതത്തിലാണ് ഈ ഗുഡ്സ് വാങ്ങുന്നത്, സച്ച് ആസ് 1:1 or 2:2. സിൻസ് പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ് കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ, എന്നാൽ പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് 0. അപ്പോ പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ് പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇൻഡിഫറൻസ് കർവ് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ് നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റ് ലൈനെ കുറിച്ചാണ്. എ കൺസ്യൂമർ എയിംസ് ടു റീച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് സിഗ്നിഫൈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു കൺസ്യൂമർ ഏറ്റവും ഉയർന്ന ഇൻഡിഫറൻസ് കർവിൽ എത്തുമ്പോൾ അതിനർത്ഥം അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നാണ്. ഹൗവർ ടു കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി കൺസിഡേർഡ്, ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദ കൺസ്യൂമേഴ്സ് ലിമിറ്റഡ് ഇൻകം. പക്ഷെ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ പരിഗണിക്കണം, ഉൽപ്പന്നങ്ങളുടെ വിലയും അതേപോലെ ഉപഭോക്താക്കളുടെ വരുമാനവും. The budget line or price line illustrates all possible combinations of two goods that a consumer can purchase with their given income and the prices of goods. ഇനി നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്, രണ്ട് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആണ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് വിത്ത് ദർ ഗിവൺ ഇൻകം, ഒരു കൺസ്യൂമർക്ക് തന്റെ വരുമാനത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ പ്രൈസസ് ഓഫ് ദി ഗുഡ്സ്, ഫോർ ഇൻസ്റ്റൻസ് ഇഫ് എ കൺസ്യൂമർ ഹാസ് ആൻ ഇൻകം ഓഫ് ₹100 ആൻഡ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് ഈച്ച് cost ₹10, the budget line depicts the various combinations of apples and oranges the consumer can afford. The budget line represented algebraically shows that a consumer can purchase any combination, അതായത് QX, QY of goods X and Y as long as their total expenditure price of Y equal price of Q, quantity of Q does not exceed their income. ഇനി ഒന്നുകൂടി പറയാം, ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റഡ് ആൾജിബ്രിക്കലി ഷോസ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് എനി കോമ്പിനേഷൻ ഓഫ് QX, QY ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് ക്വാണ്ടിറ്റി ഓഫ് X ഗുഡ്സോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് Y ഗുഡ്സോ ആസ് ലോങ് ആസ് ദർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് പ്രൈസ് ഓഫ് Y ഓർ ക്വാണ്ടിറ്റി ഓഫ് Y ഡസ് നോട്ട് എക്സീഡ് ദർ ഇൻകം മൈനസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ അതർ ഗുഡ്. അപ്പൊ P of X into Q of X. This can be written as QY equal M by PY minus P of X by P of Y equal Q of X. This equation illustrates the various combinations of goods X and Y that the consumer can afford given their income. അതായത് ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനത്തിനനുസരിച്ചും ഉൽപ്പന്നത്തിന്റെ വിലക്കനുസരിച്ചും വാങ്ങാൻ കഴിയുന്ന രണ്ട് ഉൽപ്പന്നങ്ങളുടെ കോമ്പിനേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിൻ ബഡ്ജറ്റ് ലൈൻ എന്ന്. ആ കോമ്പിനേഷനെ സൂചിപ്പിക്കുന്ന ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഇനി സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ്. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ്. ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു അഡീഷണൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഉപഭോക്താവ് ത്യജിക്കുന്ന അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്ന മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെയർ 1 ആപ്പിൾ മസ്റ്റ് ബി സാക്രിഫൈസ് ടു ഗെയിൻ 1 ഓറഞ്ച്, ഒരു ആപ്പിൾ സാക്രിഫൈസ് ചെയ്താലേ ഒരു ഓറഞ്ച് കിട്ടുള്ളൂ. ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഈസ് -1. അങ്ങനെയാകുമ്പോൾ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്താണ്, -1 ആണ്. This slope is equivalent to the price ratio of two goods. ഇത് എന്താണ്, രണ്ട് ഗുഡ്സിന്റെ പ്രൈസ് റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ത്രൂ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൂടെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്താൻ കഴിയുന്നത്.
കൺസ്യൂമർ ഇക്വിലിബ്രിയം അസ്യൂംസ് റാഷണാലിറ്റി വെയർ കൺസ്യൂമേഴ്സ് സീക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഗിവൺ ദർ ഇൻകം ആൻഡ് പ്രൈസസ്. അതായത് കൺസ്യൂമർ ഇക്വിലിബ്രിയം അസ്യൂംസ് റാഷണാലിറ്റി, കൺസ്യൂമർ ഇക്വിലിബ്രിയം റാഷണാലിറ്റിയിൽ എത്തുന്നത് വെയർ കൺസ്യൂമർ സീക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഗിവൺ ദർ ഇൻകം ആൻഡ് പ്രൈസ്. കൺസ്യൂമേഴ്സിന് മാക്സിമം നിലവിലുള്ള വിലയ്ക്കും വരുമാനത്തിനനുസരിച്ച് കൺസ്യൂമേഴ്സ് എന്താണെന്ന് പറയുന്നത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നു. They have an indifference map ranking preferences to combinations of goods. അവർക്ക് ഒരു ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്, അതിൽ റാങ്കിങ് പ്രിഫറൻസസ് ഫോർ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ്. അവിടെ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിന് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രിഫറൻസസ് ആർ റാങ്ക്ഡ് അക്കോർഡിംഗ് ടു സാറ്റിസ്ഫാക്ഷൻ. അവിടെ പ്രിഫറൻസ് റാങ്ക് ചെയ്തിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷന് അനുസരിച്ചാണ്. കൺസിസ്റ്റൻസി ഇൻ കൺസ്യൂമർ ചോയ്സ് ഈസ് മെയിൻറ്റെയിൻഡ് വിത്ത് എ ഫിക്സഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ഗുഡ്സ്. Goods are homogeneous, divisible, and total utility depends on quantities consumed. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനുള്ള കണ്ടീഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, അറ്റ് ഇക്വിലിബ്രിയം ദ പ്രൈസ് ലൈൻ ഷുഡ് ബി ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. ഇക്വിലിബ്രിയത്തിലെ പ്രൈസ് ലൈൻ എന്താണ്? ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദി പ്രൈസ് ലൈൻ. അതായത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും പ്രൈസ് ലൈനിന്റെ സ്ലോപ്പും എങ്ങനെയാണ്? ഈക്വൽ ആയിരിക്കും. പിന്നെ ദ ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി കോൺവെക്സ് ടു ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദി പ്രൈസ് ലൈൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ. എക്സ് എന്ന കമ്മോഡിറ്റിക്ക് വൈ എന്ന കമ്മോഡിറ്റിയുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദി പ്രൈസ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന? പ്രൈസിന് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി കോൺവെക്സ് ടു ദ ഒറിജിൻ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ, അതായത് MRS എക്സ് വൈ ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദി പ്രൈസ് ലൈൻ PS ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ PS ഓഫ് വൈ. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, ഇക്വിലിബ്രിയത്തിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ MRS എക്സ് വൈ ഈക്വൽ പ്രൈസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് വൈ. If MRS XY greater than PX by PY, the consumer is willing to pay more for X than its market price, leading to increased consumption of X. This causes MRS to decrease unit it equals to the price ratio, establishing equilibrium. If MRS XY less than price of XY, price of Y, the consumer is willing to pay less for X than its market price, resulting in decreased consumption of X and increased consumption of Y. This causes MRS to increase until it equals the price ratio, establishing equilibrium. രണ്ടാമത്തെ കണ്ടീഷൻ ഡിമിനിഷിംഗ് MRS. ഡിമിനിഷിംഗ് MRSൽ പറയുന്നത് വിത്തൗട്ട് എ കണ്ടിന്യൂസ്ലി ഡിക്രീസിംഗ് MRS. തുടർച്ചയായിട്ട് MRS ഡിക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം കനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇക്വിലിബ്രിയം എന്ത് ചെയ്യാൻ പറ്റില്ല? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ബോത്ത് കണ്ടീഷൻസ് മസ്റ്റ് ബി ഫുൾഫിൽഡ് ഫോർ കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പൊ രണ്ട് കണ്ടീഷൻസും എങ്ങനെയായിരിക്കണം? ഫുൾഫിൽ ആയിരിക്കണം. ഇനി കണ്ടീഷൻ 2 പറയുന്നത് വിത്തൗട്ട് എ കണ്ടിന്യൂസ്ലി ഡിക്രീസിംഗ് MRS ഇക്വിലിബ്രിയം കനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ്. MRS തുടർച്ചയായിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം കനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ബോത്ത് കണ്ടീഷൻസ് മസ്റ്റ് ബി ഫുൾഫിൽഡ് ഫോർ കൺസ്യൂമർ ഇക്വിലിബ്രിയം. രണ്ട് കണ്ടീഷൻസും കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന് ഫുൾഫിൽഡ് ആവണം. In figure ahead, 3 indifference curves IC1, IC2 and IC3 are depicted along with the budget line labeled as MM. The highest indifference curve reached by the consumer under the budget constraint is IC2. ഇപ്പൊ ഡയഗ്രത്തിൽ തന്നിട്ടുള്ളത് നമുക്ക് IC2 ഇൻഡിഫറൻസ് കർവ് രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിലാണ് നമുക്ക് ഹയസ്റ്റ് ഇൻഡിഫറൻസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. At point P, the budget line is tangent to indifference curve IC2. P എന്ന പോയിന്റിൽ ബഡ്ജറ്റ് ലൈൻ IC2 ന് ടാൻജന്റ് ആണ്. ദിസ് പോയിന്റ് റെപ്രസെന്റ്സ് ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഈ പോയിന്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. വെയർ ദ കൺസ്യൂമർ മാക്സിമൈസസ് സാറ്റിസ്ഫാക്ഷൻ ഗിവൺ ദ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. അവിടെ കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇനി some exceptional shapes of indifference curve. In standard consumer equilibrium, the point where the budget line meets the indifference curve indicate diversified consumption. അതായത്
ഒരു സ്റ്റാൻഡേർഡ് ഇക്വിലിബ്രിയത്തിൽ ദ പോയിന്റ് വെയർ ദ ബഡ്ജറ്റ് ലൈൻ മീറ്റ്സ് ദ ഇൻഡിഫറൻസ് കർവ്. ബഡ്ജറ്റ് ലൈനിലെ ഏത് പോയിന്റ് ആണോ ഇൻഡിഫറൻസ് കർവിനെ മീറ്റ് ചെയ്യുന്നത് അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് കൺസംഷനെ സൂചിപ്പിക്കുന്നു. ഹവർ എക്സെപ്ഷൻസ് ലൈക്ക് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓർ കോംപ്ലിമെന്റ്സ് ക്യാൻ ലീഡ് ടു former solutions where consumers opt for fewer goods based on factors like price and preference. In figure below, the steep budget line BL intersect the indifference curves, leading to an unfeasible interior solution. An equilibrium point B due to the high priced commodity X relative to Y. The consumer opts not to consume any X. This corner solution arises because the price of X exceeds the marginal rate of substitution, promoting the consumer maximize satisfaction by only purchasing Y. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില അതായത് സ്റ്റാൻഡേർഡ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തില് ദ പോയിന്റ് വെൻ ദ ബഡ്ജറ്റ് ലൈൻ മീറ്റ്സ് ദ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ഡൈവേഴ്സിഫൈഡ് കൺസംഷൻ. ഇൻഡിഫറൻസ് കർവിന്റെ ഏത് പോയിന്റിലാണോ ബഡ്ജറ്റ് ലൈൻ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് ഡൈവേഴ്സിഫൈഡ് കൺസംഷൻ നടക്കുന്നത്. However, exceptions that perfect substitutes or complements can lead to corner solutions where consumers opt for fewer goods based on factors like price and preference. ഇനി നെക്സ്റ്റ് പറയുന്ന കണ്ടീഷൻ equilibrium and corner equilibrium and concave indifference curve. Indifference curves are usually convex. Indifference curve എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺവെക്സ് ആയിരിക്കും. ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് കോൺവെക്സ് ആവുന്നത്? ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഇൻഡിഫറൻസ് കർവ് എപ്പോഴും കോൺവെക്സ് ആയിരിക്കും. However, in rare cases, വളരെ അപൂർവമായിട്ടുള്ള കേസുകളിൽ ദേ ക്യാൻ ബി കോൺകേവ്. അവരെങ്ങനെയായിരിക്കും പറയുന്നത്? ദേ ക്യാൻ ബി കോൺകേവ്. അവർ കോൺകേവ് ആയിരിക്കും. ഇംപ്ലൈയിങ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസ് മോർ ഓഫ് എക്സ് ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ വൈ. അതായത് എക്സ് എന്ന കമ്മോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റുകൾ വൈക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് പറയുന്നത്? കൂടുതലായിരിക്കും. സാറ്റിസ്ഫാക്ഷൻ മാർജിനൽ റേറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലായിരിക്കും. This may lead to consumers to prefer buying only one good. ഇതിങ്ങനെ വരുമ്പോൾ കൺസ്യൂമേഴ്സിന് ഒരു സാധനം വാങ്ങാനേ പ്രിഫറൻസ് ഉണ്ടാവുള്ളൂ. അവോയ്ഡിങ് ഡൈവേഴ്സിഫിക്കേഷൻ. വൈവിധ്യവൽക്കരണം ഒഴിവാക്കിക്കൊണ്ട് കൺസ്യൂമർ ഒരു ഗുഡേ വാങ്ങുള്ളൂ. വിത്ത് കോൺകേവ് ഇൻഡിഫറൻസ് കർവ്സ്, കോൺകേവ് ഇൻഡിഫറൻസ് കർവുകളിലൂടെ there are no interior solution. Instead, a corner solution arises where the consumer buys only one good. കൺസ്യൂമർ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു ഗുഡേ വാങ്ങുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈസ് ഇഫക്റ്റ് ആസ് കോമ്പിനേഷൻ ഓഫ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻകം ഇഫക്റ്റിന്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന്റെയും കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. അതായത് ചേഞ്ചസ് ഇൻ എ കൺസ്യൂമർ ഇക്വിലിബ്രിയം പൊസിഷൻ ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ഇൻകം. വരുമാനത്തിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാറ്റം ഉണ്ടാകുന്നു. പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ വിലയിലുണ്ടാകുന്ന മാറ്റം കൊണ്ടും ആൻഡ് പ്രൈസസ് ഓഫ് കൺസ്യൂമഡ് ഗുഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് വിലകളുടെയും കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പന്നങ്ങളുടെയും അതേപോലെ എന്താ പറയുന്നത് ഇൻകത്തിലുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം കൊണ്ട് അവിടെ 3 തരത്തിലുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകുന്നു. ഒന്നാമത്തെ ഇൻകം ഇഫക്റ്റ്, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, മൂന്നാമത്തെ പ്രൈസ് ഇഫക്റ്റ്. ഒന്നാമത്തെ ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻകം ഇഫക്റ്റ് റെഫേഴ്സ് ടു ദ ഇമ്പാക്ട് ഓൺ എ കൺസ്യൂമേഴ്സ് പർച്ചേസസ് resulting from changes in income, assuming constant prices of goods. If income increases, the budget line shifts outward to the right, while a decrease in income shifts it inward to the left, with the parallel budget lines indicating unchanged relative prices. അതായത് income effect refers to the impact on a consumer purchase resulting from changes in income, assuming constant prices of goods. If income increases, വരുമാനം കൂടുമ്പോൾ the budget line shifts outward to the right. Budget line എന്ത് ചെയ്യുന്ന പറയുന്നത്? shifts outward, പുറകുവശത്തേക്ക് റൈറ്റിലേക്ക് മാറുന്നു. While a decrease in income shifts it inward to the left.
വരുമാനം കുറയുമ്പോൾ ഇൻകം ബട്ട് ഡിക്രീസ് ഇൻ ഇൻകം, വരുമാനം കുറയുമ്പോൾ ഷിഫ്റ്റ് ഇറ്റ് ഇൻവേർഡ് ടു ദ ലെഫ്റ്റ്, അത് എന്താണ് ഉള്ളിലേക്ക് ഇടതുവശത്തേക്ക് മാറുന്നു. വിത്ത് പാരലൽ ബഡ്ജറ്റ് ലൈൻസ് ഇൻഡിക്കേറ്റിംഗ് അൺചേഞ്ച്ഡ് റിലേറ്റീവ് പ്രൈസസ്. ഇനി ഇൻകം ഇഫക്റ്റിന് 3 രീതിയിലാണ് ഇൻകം ഇഫക്റ്റ് സംഭവിക്കുന്നത്. പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ്, ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്. അതായത് ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നോർമൽ ഗുഡ്സിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തേതാണ് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. ആൻ ഇൻക്രീസ് ഇൻ ഇൻകം റെഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. വരുമാനം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയുന്നു എങ്കിൽ റിസൾട്ടിങ് ഇൻ എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻകം റിസൾട്ടിങ് ഇൻ എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻകം കൺസംഷൻ കർവ്. പിന്നെ മൂന്നാമത്തെ സീറോ ഇൻകം ഇഫക്റ്റ്, നോ ചേഞ്ച് ഇൻ കൺസംഷൻ ഒക്കേഴ്സ് വിത്ത് ചേഞ്ചസ് ഇൻ ഇൻകം. വരുമാനത്തിൽ മാറ്റം ഉണ്ടായാലും ഇൻകത്തിൽ മാറ്റം ഉണ്ടായാലും കൺസംഷനിൽ യാതൊരു തരം മാറ്റവും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സീറോ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിസിൻ, അതേപോലെ സാൾട്ട്, ഇത് രണ്ടും സീറോ ഇൻകം ഇഫക്റ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോ പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്, സീറോ ഇൻകം ഇഫക്റ്റ്. ഇനി നമ്മൾ പറയുന്നത് ഷേപ്പ് ഓഫ് ആൻ ഇൻകം കൺസംഷൻ കർവ് ക്യാൻ വേരി. ഒരു ഇൻകം കൺസംഷൻ കർവിന്റെ ഷേപ്പ് എപ്പോഴും എന്താണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ബട്ട് ഇറ്റ് ടിപ്പിക്കലി ഡസ് നോട്ട് ഇന്റർസെക്ട്. അതെന്താണെന്നാ പറയുന്നത്? ടിപ്പിക്കലി ഡസ് നോട്ട് ഇന്റർസെക്ട്, പരസ്പരം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഡസ് നോട്ട് ഇന്റർസെക്ട് ആൻ ഇൻഡിഫറൻസ് കർവ് മോർ ദാൻ വൺസ്. ഒരിക്കൽ കൂടുതൽ ഒരിക്കലുമായിട്ട് ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യില്ല എന്നാ പറയുന്നത്, കൂട്ടി മുട്ടില്ല. ഇനി ഇൻ കേസസ് വെയർ വൺ ഗുഡ് ഈസ് സുപ്പീരിയർ, ഇനി ചില കേസുകളിൽ ഒരു ഉൽപ്പന്നം സുപ്പീരിയറും ആൻഡ് ദ അതർ ഈസ് നെസസിറ്റി, മറ്റേത് നെസസിറ്റിയുമാണെങ്കിൽ ദ ICC മേ ഇനിഷ്യലി സ്ലോപ്പ് അപ്വേർഡ്സ്. ഇൻഡിഫറൻസ് കർവ് ആദ്യം എന്ത് ചെയ്യും, അപ്വേർഡ് ആകും വിത്ത് ഇൻക്രീസിങ് ഇൻകം, വരുമാനം കൂടുന്നതിനനുസരിച്ച്. ബട്ട് ഇവൻച്വലി ബിക്കം ഹൊറിസോണ്ടൽ, പക്ഷെ പിന്നീട് കാലക്രമേണ എന്താണ്, ഹൊറിസോണ്ടൽ ആയി മാറുന്നു ബിയോണ്ട് എ സർട്ടൈൻ പോയിന്റ്. ഇനി വെൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ബിയോണ്ട് എ സർട്ടൈൻ ലെവൽ, ഒരു കൺസ്യൂമറുടെ ഇൻകം ഒരു പരിധിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്താൽ ദി ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ടെൻഡ്സ് ടു ഫോൾ. ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയുന്നു ആസ് കൺസ്യൂമേഴ്സ് റീപ്ലേസ് ദം വിത്ത് സുപ്പീരിയർ സബ്സ്റ്റിറ്റ്യൂട്ട്. കാരണം വരുമാനം കൂടുമ്പോൾ നമ്മൾ വില കുറഞ്ഞ ഉൽപ്പന്നത്തിന് പകരം എന്ത് ചെയ്യും, വില കൂടിയ ഉൽപ്പന്നം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇൻ ദ സെനാറിയോ വെയർ ഗുഡ് എക്സ് ഈസ് ഇൻഫീരിയർ ആൻഡ് വൈ ഈസ് എ നോർമൽ ഗുഡ്. ഇപ്പൊ എക്സ് എന്നുള്ളത് ഇൻഫീരിയർ ഗുഡും വൈ നോർമൽ ഗുഡും ആണ്. ദ ഇൻകം കൺസംഷൻ കർവ് ഇനീഷ്യലി സ്ലോപ്സ് പോസിറ്റീവ്ലി അപ് ടു ദ പോയിന്റ് ആർ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻകം കൺസംഷൻ കർവ് തുടക്കത്തിൽ എന്ത് ചെയ്യും, സ്ലോപ്സ് പോസിറ്റീവ്ലി, എന്താണ്, പതുക്കെ ചരിഞ്ഞിറങ്ങും അപ് ടു പോയിന്റ് ആർ എന്ന പോയിന്റില്. ബിയോണ്ട് പോയിന്റ് ആർ എന്ന പോയിന്റിന് ശേഷം ദ ICC കർവ്സ് നെഗറ്റീവ്ലി ഇൻഡിക്കേറ്റിംഗ്, ICC കർവ് എന്ത് ചെയ്യുന്ന പറയുന്നത്, നെഗറ്റീവ്ലി ഇൻഡിക്കേറ്റിംഗ് എ ഡിക്രീസ് ഇൻ പർച്ചേസ് ഓഫ് എക്സ് ഇൻകം ഇൻക്രീസസ്. അവിടെ പർച്ചേസ് ഓഫ് എന്താ, ഡിക്രീസ് ഇൻ പർച്ചേസസ് ഓഫ് എക്സിന്റെ പർച്ചേസസ് കുറഞ്ഞിട്ട് വരുമാനം കൂടുമ്പോൾ എക്സിന്റെ പർച്ചേസസ് കുറയുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. The substitution effect captures how a change in the price of one good affects the quantity demanded assuming constant real income and tastes. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്സ് പറയുന്നത് how a change in price of one good, എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം affects the quantity demanded, എന്താ പറയുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റം, അസ്യൂമിങ് കോൺസ്റ്റന്റ് റിയൽ ഇൻകം ആൻഡ് ടേസ്റ്റസ്, അതായത് സ്ഥിരമായ വരുമാനവും ടേസ്റ്റുകളും സെയിം ആയിരിക്കും. പ്രൊഫസർ ഹിഗ്സ് ഇൻട്രൊഡ്യൂസർ ദിസ് കോൺസെപ്റ്റ് ബൈ അഡ്ജസ്റ്റിംഗ് ഇൻകം ടു മെയിൻറ്റെയിൻ റിയൽ പർച്ചേസിംഗ് പവർ കോൾഡ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ. ഇൻ ഫിഗർ ബിലോ എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ഷിഫ്റ്റ്സ് ദ ബഡ്ജറ്റ് ലൈൻ ഫ്രം PQ to PQ1 to keep the real income constant. Compensating variation reduces the consumer's purchasing power for one good while keeping the other constant, resulting in a parallel line shift of the budget line to MN tangent to the original indifference curve at point H. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് ഇഫക്റ്റ്.
The price effect refers to changes in the consumer's purchases of goods X when its price changes, keeping income, tastes, preferences, and the price of good Y constant. When the price of X falls, the budget line extends to the right. അതായത് എക്സിന്റെ വില കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്ന പറയുന്നത് റൈറ്റിലേക്ക് പോകും, ഇൻഡിക്കേറ്റിംഗ് ഇൻക്രീസ്ഡ് പർച്ചേസസ് ഓഫ് എക്സ്. അവിടെ എക്സിന്റെ പർച്ചേസ് ഇൻക്രീസ് ചെയ്യുന്നു. Conversely, a rise in the price of X shifts to the budget line leftward. തിരിച്ച് റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എക്സ്, എക്സിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വളർച്ച ബഡ്ജറ്റ് ലൈനെ ഇടതുവശത്തേക്ക് മാറ്റുന്നു. The price consumption curve connects equilibrium points where the budget line are tangent to indifference curves, showing the price effect of a change in the price of X on purchase of goods XY. നമ്മൾ പ്രൈസ് ഇഫക്റ്റ് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പറയുന്നത് മെഷറിംഗ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്സ് ഓഫ് പ്രൈസ് ചേഞ്ച്. പ്രൈസ് ചേഞ്ചിനനുസരിച്ച് ഇൻകത്തിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിലും ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദ പ്രൈസ് ഇഫക്റ്റ് എൻകംപാസസ് ചേഞ്ചസ് ഇൻ കൺസംഷൻ ഡ്യൂ ടു പ്രൈസ് ചേഞ്ച്, comprising both income and substitution effects. The Hicksian approach decompasses this to compensating variation and equivalent variation in income, while the Slutsky approach uses the cost difference method to split the price effect into its income and substitution components. അതായത് the price effect encompasses changes in consumption due to price changes, comprising both income and substitution effects. The Hicksian approach decompasses this into compensating variation and equivalent variation in income, while the Slutsky approach uses the cost difference method to split the price effect into its income and substitution component. In the Hicksian or compensating variation approach, the decomposition of the price effect involves adjusting the consumer's income to counteract the change in satisfaction caused by a price change. അതായത് ഹിക്സിയൻ ഓർ കോമ്പൻസേറ്റിംഗ് വേരിയേഷനിൽ നമ്മൾ പറയുന്നത് decomposition of the price effect involves adjusting the consumer's income to counteract the change in satisfaction caused by a price change, bringing the consumer back to the original indifference curve. അതായത് ഹിക്സിയൻ ഓർ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ അപ്രോച്ച് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ദി പ്രൈസ് ഇഫക്റ്റ് ഇൻവോൾവ്സ് അഡ്ജസ്റ്റിംഗ് ദ കൺസ്യൂമേഴ്സ് ഇൻകം ഇൻ ടു കൗണ്ടറാക്ട് ദ ചേഞ്ച് ഇൻ സാറ്റിസ്ഫാക്ഷൻ caused by a price change, bringing the consumer back to the original indifference curve. This adjustment in income, often achieved through measures like lump sum taxes, is termed compensating variation because it offsets the gain in satisfaction resulting from a price reduction. When the price of good X falls, the consumer's budget line shift upwards. X എന്ന പ്രോഡക്റ്റിന്റെ വില കുറയുമ്പോൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും, ഔട്ട്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻഡിക്കേറ്റിംഗ് ആൻഡ് ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാ പറയുന്നത്, ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം വർദ്ധിക്കുന്നതായിട്ട്. ആൻഡ് അലൗവിംഗ് ദ കൺസ്യൂമർ ടു റീച്ച് എ ഹയർ ഇൻഡിഫറൻസ് കർവ്. എന്താണ്, കൺസ്യൂമറെ ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് എത്തിക്കുന്നു. ദസ് എക്സ്പീരിയൻസിങ് ഇൻക്രീസ്ഡ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആകുന്നു. However, to bring the consumer back to the original indifference curve, അത് കൺസ്യൂമറെ ഒറിജിനൽ ഇൻഡിഫറൻസ് കർവിലേക്ക് ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ഓഫ്സെറ്റ് ദ ഗെയിൻ ഇൻ സാറ്റിസ്ഫാക്ഷൻ ഫ്രം പ്രൈസ് റിഡക്ഷൻ. The income is reduced by compensating variation. This reduction in income shifts the budget line inward to a new position parallel to the original budget line, ensuring that the consumer is once again on the original indifference curve. When the consumer's income is reduced by the compensating variation, കൺസ്യൂമറുടെ ഇൻകം എന്താണ് പറയുന്നത്, റെഡ്യൂസ് ചെയ്യുന്നു കോമ്പൻസേറ്റിംഗ് വേരിയേഷനിലൂടെ. റെപ്രസെന്റിംഗ് ദ ഇൻക്രീസ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ പ്രൈസ് റിഡക്ഷൻ, the consumer moves along the same indifference curve but substitutes more of goods X for good Y. This movement represents the substitution effect as it is driven solely by the change in relative prices while keeping real income constant. The price effect can be viewed as comprising two steps. Price effect രണ്ട് സ്റ്റെപ്പിലൂടെ നമുക്ക് കംപ്രൈസ് ചെയ്യാൻ സാധിക്കും. Substitution effect and the income effect.
The substitution effect occurs when the consumer adjusts their consumption. Substitution effect സംഭവിക്കുന്നത് കൺസ്യൂമർ അവരുടെ കൺസംഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഡ്യൂ ടു ചേഞ്ചസ് ഇൻ റിലേറ്റീവ് പ്രൈസ്. പ്രൈസ് ചേഞ്ചിനനുസരിച്ച് കൺസംഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. While the income effect occurs when the consumer's real income changes. ഇൻകം ഇഫക്റ്റ് സംഭവിക്കുന്നത് കൺസ്യൂമറുടെ റിയൽ ഇൻകത്തിൽ മാറ്റം ഉണ്ടാകുന്നു ആസ് എ റിസൾട്ട് ഓഫ് പ്രൈസ് ചേഞ്ചസ് ടുഗദർ. പ്രൈസ് ചേഞ്ച് ഒരുമിച്ച്. These two effects constitute the overall response of the consumer's consumption behavior to change in prices. ഇനി നമ്മൾ പറയുന്നത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ്സ്. ഇൻഡിഫറൻസ് കർവിൽ നിന്നുള്ള ഡിമാൻഡ് കർവിന്റെ ഡെറിവേഷൻ. എ ഡിമാൻഡ് കർവ് ഇല്ലസ്ട്രേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ് അസ്യൂമിങ് കോൺസ്റ്റന്റ് പ്രിഫറൻസസ് ഇൻകം ആൻഡ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് ഒരു ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ഇല്ലസ്ട്രേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ്. കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാകുന്ന ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെന്റ്, അതായത് വ്യത്യസ്ത വിലകൾക്ക് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാകുന്ന ക്വാണ്ടിറ്റി. അപ്പോ the tangency points between the various budget lines and indifference curves connected by a line. അതായത് ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ എന്താ പറയുന്നത് പ്രൈസ് ലൈനും ടാൻജന്റ് ആകുന്ന ആ ലൈൻ കണക്ട് ചെയ്താൽ ഫ്രം ദ പ്രൈസ് കൺസംഷൻ കർവ് ദിസ് കർവ് ഇല്ലസ്ട്രേറ്റ്സ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് എക്സ് ഡിമാൻഡഡ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ് അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്സ് Q1, Q2, Q3 ആൻഡ് Q4 ഓൺ ദ പ്രൊഡക്ഷൻ എന്താ പറയുന്ന പ്രൈസ് കൺസംഷൻ കർവ് കറസ്പോണ്ടിങ് ടു ദ ബഡ്ജറ്റ് ലൈൻ PL1, PL2, PL3 and PL4 respectively. The consumer demands OA, OB and OC and OD units of good X at prices of ₹15, ₹10, ₹7.5 and ₹6 respectively. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡക്ഷൻ വിത്ത് വൺ വേരിയബിൾ ഇൻപുട്ടിനെ കുറിച്ചാണ്. പ്രൊഡക്ഷൻ വിത്ത് വൺ വേരിയബിൾ ഇൻപുട്ട്. ഈ പ്രൊഡക്ഷൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദന ഘടകങ്ങൾ. പ്രൊഡക്ഷൻ വിത്ത് വൺ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദന ഘടകം ഉപയോഗിച്ചിട്ടുള്ള ഉൽപാദനം, അതായത് ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്ട്സ്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്ത ഉൽപ്പന്നം. അതായത് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദ ഷോർട്ട് റൺ സ്പെസിഫൈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് അച്ചീവബിൾ ഫ്രം വേരിയിങ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് given a fixed amount of the input in scenarios where capital is fixed but labor is variable. അതായത് ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, ലേബർ വേരിയബിൾ ആയിരിക്കും. such as in garment manufacturing, increasing labor input can lead to increased output. For effective decision making, വളരെ കാര്യക്ഷമമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് ഓർ ഓണേഴ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടോട്ടൽ ഔട്ട്പുട്ട് ചേഞ്ചസ് വിത്ത് വേരിയേഷൻ ഓഫ് ലേബർ ഇൻപുട്ട്. ലേബർ എന്ന ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ടോട്ടൽ ഔട്ട്പുട്ടിൽ എങ്ങനെയൊക്കെ വേരിയേഷൻ ഉണ്ടാകുന്നു എന്നറിഞ്ഞാലേ മാനേജർമാർക്ക് ഒരു പ്രൊഡക്ഷൻ പോളിസി രൂപീകരിക്കാൻ സാധിക്കുള്ളൂ. ഇൻ മോർ ജനറൽ വേ വി മേ എക്സ്പ്രസ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് എൽ ഈക്വൽ Q ഡിവൈഡഡ് ബൈ എൽ. ആവറേജ് പ്രോഡക്റ്റ് APL എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ, Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ടോട്ടൽ പ്രോഡക്റ്റ്, L എന്ന് പറഞ്ഞാൽ amount of labor. The average product of labor in table given on the previous page is calculated by dividing the total output by the amount of labor input. നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞ ആവറേജ് പ്രോഡക്റ്റ് കാണാനായിട്ട് ടോട്ടൽ പ്രോഡക്റ്റിനെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എമൗണ്ട് ഓഫ് ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ടോട്ടൽ പ്രോഡക്റ്റിനെ എമൗണ്ട് ഓഫ് ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ കിട്ടും. ഇനി മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
MPL ഈക്വൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. അതായത് വെയർ MPL എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ലേബർ. ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് കർവ്. ഇനി ഇതിന്റെ കർവുകളെ കുറിച്ചാണ് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് കർവ് ഡിറൈവ്ഡ് ഫ്രം ദ ഇൻഫർമേഷൻ ടേബിൾ. ഇറ്റ് ഷോസ് ഹൗ ദ ടോട്ടൽ ഔട്ട്പുട്ട് ചേഞ്ചസ് വിത്ത് വേരിയിങ് ലെവൽസ് ഓഫ് ലേബർ ഇൻപുട്ട്. ലേബർ ഇൻപുട്ടിന്റെ വിവിധ അളവിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ടോട്ടൽ ഔട്ട്പുട്ട് എങ്ങനെ കുറയുന്നു. ഇനിഷ്യലി ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ്. തുടക്കത്തിൽ ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധിക്കും. അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്, അതായത് തുടക്കത്തിൽ ടോട്ടൽ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് പറയുന്നത്, ഇൻക്രീസിംഗ് റേറ്റിൽ, വർദ്ധിച്ച നിരക്കിലാണ് വർദ്ധിക്കുന്നത്. It shows the total output changes with varying levels of labor input. Initially, total product increases at an increasing rate until reaching a point called the point of inflection, where it starts increasing at a decreasing rate. Total product peaks at 224 units when 7 units of labor input are used, after which additional labor input leads to a decline in total product. ഇനി മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റ് കർവും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ് മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസസ്, മാർജിനൽ പ്രോഡക്റ്റ് വർദ്ധിക്കുമ്പോൾ ആവറേജ് പ്രോഡക്റ്റ് ഓൾസോ ഇൻക്രീസസ്, ആവറേജ് പ്രോഡക്റ്റും വർദ്ധിക്കും. ആൽബിയറ്റ് അറ്റ് എ സ്ലോവർ റേറ്റ്, വളരെ സാവകാശത്തിൽ. അറ്റ് ദ മാക്സിമം ആവറേജ് പ്രോഡക്റ്റ് മാക്സിമത്തിലാകുമ്പോൾ ദ മാർജിനൽ പ്രോഡക്റ്റ് ഈക്വൽസ് ഇറ്റ്, മാർജിനൽ പ്രോഡക്റ്റ് അതിന് ഈക്വൽ ആകുന്നു. ലീഡിങ് ടു ദ ഇന്റർസെക്ഷൻ ഓഫ് ദി മാർജിനൽ ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് കർവ് അറ്റ് ദിസ് പോയിന്റ്. അപ്പൊ ആവറേജ് പ്രോഡക്റ്റ് കർവും മാർജിനൽ പ്രോഡക്റ്റ് കർവും എന്താണെന്ന് പറയുന്നത്, ഈക്വൽ ആകുന്നു. വെൻ മാർജിനൽ പ്രോഡക്റ്റ് ഡിക്രീസസ് ബിയോണ്ട് ദ പോയിന്റ്, മാർജിനൽ പ്രോഡക്റ്റ് ഈ പോയിന്റിലും താഴെ ആകുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിക്രീസസ് ദ ആവറേജ് പ്രോഡക്റ്റ്, അത് ആവറേജ് പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്യും, ബട്ട് എ സ്ലോവർ റേറ്റ്, പക്ഷെ വളരെ പതുക്കെ ആയിരിക്കും. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP ആൻഡ് MP കർവ്സ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് കർവ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് അണ്ടർ. ആസ് ലോങ് ആസ് മാർജിനൽ പ്രോഡക്റ്റ് ഈസ് പോസിറ്റീവ്, മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് റൈസസ്, ടോട്ടൽ പ്രോഡക്റ്റ് ഉയരും. വെൻ മാർജിനൽ പ്രോഡക്റ്റ് ഈസ് സീറോ, മാർജിനൽ പ്രോഡക്റ്റ് സീറോ ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം പോയിന്റ്, ടോട്ടൽ പ്രോഡക്റ്റ് അതിന്റെ മാക്സിമം പോയിന്റിൽ എത്തുന്നു. വെൻ മാർജിനൽ പ്രോഡക്റ്റ് ബിക്കം നെഗറ്റീവ്, മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് ഡിക്ലൈൻസ്, ടോട്ടൽ പ്രോഡക്റ്റ് കർവ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ okay dear students, today we will wind up the class.